കുട്ടിക്കാലം മുതൽ മല കയറുന്ന അയ്യപ്പനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ. സിവിൽ സർവീസിലിരിക്കെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള ഉന്നതാധികാര സമിതി ചെയർമാൻ, ദേവസ്വത്തിന്റെ ചീഫ് കമ്മീഷണർ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 7 വർഷം ഉന്നതാധികാര സമിതി ചെയർമാനായിരിക്കെ വർഷത്തിൽ 12 മാസവും നടന്ന് മല കയറിയിട്ടുണ്ട്. ഒരിക്കലും ഡോളിയിൽ പോയിട്ടില്ല. ഉന്നതാധികാര സമിതി ചെയർമാനായിരിക്കെ സന്നിധാനത്ത് 23 കോടിയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാനായതാണ് തന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ജയകുമാർ പറഞ്ഞു. അതുവരെ സന്നിധാനത്തെ കക്കൂസ് മാലിന്യം മുഴുവൻ നുണങ്ങാറിലേക്ക് ഒഴുക്കുകയായിരുന്നു. ഇത് പമ്പയിലേക്ക് നേരിട്ടെത്തി. പമ്പ തടത്തിൽ ഇപ്പോഴും കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ വലിയ പ്ലാന്റ് ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ പമ്പ ബാക്ടീരിയകളുടെ പ്രവാഹമായി കുട്ടനാട്ടിലേക്ക് എത്തുന്നു. ശബരിമലയിൽ ഇപ്പോഴുള്ളത് ഒരു മാനേജ്മെന്റ് ഇഷ്യൂ ആണെന്ന് ജയകുമാർ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ആഭരണം വിൽക്കുന്ന ജുവലറിയിൽ ഒരു തരി സ്വർണം നഷ്ടമാകാത്തതിന് കാരണം അപകട സാധ്യത മുന്നിൽ കണ്ടുള്ള സുരക്ഷാ സംവിധാനമാണ്. ദേവസ്വത്തിൽ നിന്ന് ഒന്നും മോഷ്ടിക്കാനാവാത്ത ഫുൾ പ്രൂഫ് സുരക്ഷയുള്ള പ്രൊഫഷണൽ മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിലെ കാണിക്കയുടെ കണക്ക് മാത്രമല്ല, നെയ്യ്, തെങ്ങിൻ തൈ, കന്നുകുട്ടി സമർപ്പണത്തിന്റെ കണക്കും പൊതുജനങ്ങൾ അറിയണം. അപ്പവും അരവണയും ഭക്ഷ്യവസ്തുക്കളായതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഉണ്ടാകണം. മാസ്റ്റർ പ്ലാൻ പ്രകാരം സന്നിധാനത്ത് ഇനി ഒരു വികസനവും പറ്റില്ല. ഉള്ള കെട്ടിടങ്ങൾ തന്നെ ഇടിച്ചു നിരത്തണം. ദർശനത്തിന് വരുന്ന ആരും സന്നിധാനത്ത് താമസിക്കാൻ പാടില്ലെന്ന് മാസ്റ്റർ പ്ലാൻ പറയുന്നു. പകരം നിലയ്ക്കൽ ബേസ് ക്യാമ്പിലാണ് വിപുലമായ സൗകര്യം ഒരുക്കേണ്ടത്. ശബരിമല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും നേരിടാനുള്ള വഴികളെക്കുറിച്ചും കെ ജയകുമാർ കലാകൗമുദിയോട് സംസാരിക്കുന്നു. ഓർമ്മയുണ്ട്, അന്ന് വലിയ കഷ്ടപ്പെട്ടൊക്കെയാണ് പോകുന്നത്. പമ്പയ്ക്കെതിരെ ചെറിയ പാലമൊക്കെ ഉള്ള കാലത്ത് വലിയ മഴയൊക്കെ വന്ന് ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടി ഇരുന്ന കാലമൊക്കെ എനിക്ക് ഓർമ്മ. പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 7-ൽ 8-ൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ പോയി. അന്ന് അടൂർ ബാസി കൂടെയുണ്ട്. അച്ഛനും അടൂർ ബാസിയും ഞാനും എന്നെയും കൂടെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അടൂർ ബാസിയെ കാണാൻ ആളൊക്കെ ഇങ്ങനെ കൂടും. അടൂർ ബാസി അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നതിന് ഫലതൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്നൊക്കെ കയറി. അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ്, ഞാനിങ്ങനെ ചെറുപറയൊക്കെ കയറി പോവല്ലേ, ഇവരൊക്കെ ഇരുന്ന് പോകും. അങ്ങനെയാണ് ആദ്യം പോകുന്നത്. ശരിക്കും കാലിലും മുള്ളും കാലിക്ക് മത്തേന്ന് പറഞ്ഞൊരു കാലയളവാണല്ലോ നീലിമല കയറ്റം കഠിനം തന്നെയാണെന്ന്. അങ്ങനെയൊക്കെ കയറിയ ഒരു കാലം. പിന്നെ ഞാൻ ഒരു അഡൽട്ടായതിനു ശേഷം ഞാൻ തനിച്ച് സ്ഥിരമായി ബസ്സിൽ കയറി പോകുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, KTDCയുടെ ഒരു ബസ് ഉണ്ടായിരുന്നു. പമ്പയിൽ പോയിട്ട് ഞാൻ പതുക്കെ നടന്ന് പല പ്രാവശ്യം ഞാനിങ്ങനെ തനിച്ച് പോയി തൊഴിലിട്ടുണ്ട്. പിന്നെ ഞാൻ IAS ഒക്കെ കിട്ടിയതിന് ശേഷം കോഴിക്കോട് കളക്ടറൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ പോലീസുകാരുടെ അടുത്തൊന്നും പറഞ്ഞ് അങ്ങനെ പ്രത്യേക പ്രിവിലേജിലൊന്നും തൊഴാറില്ല. അങ്ങനെ ഞാനവിടെ ക്യൂ ഒക്കെ, അന്ന് ഇത്രയും ക്യൂ ഒന്നുമില്ല, 86-ൽ 87-ൽ, എന്നാലും ക്യൂ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും പോലീസുകാരൻ സാർ എന്തിവിടെ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ തൊഴിച്ചിട്ടുണ്ട്. അതൊരു ഘട്ടം. അങ്ങനെ ഞാൻ ഈ പറയുന്ന അവരുടെ അക്കോമഡേഷനൊക്കെ പിന്നെ ബ്ലാക്കിലൊക്കെ വാങ്ങിച്ച് എനിക്ക് അക്കോമഡേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ട്. അതൊക്കെ എനിക്കറിയാം, അന്ന് തന്നെ ഉണ്ട്. പിന്നെ വളരെ കാലം കഴിഞ്ഞാണ് ഞാൻ അങ്ങനെ ഒരു പല ഘട്ടങ്ങളിലൂടെ ഞാൻ അയ്യപ്പനെ ദർശിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിലും അയ്യപ്പനെ പോയി കാണുക എന്നുള്ളത് ഞാനൊരു നിഷ്ഠയായിട്ട് സൂക്ഷിച്ചാണ്. എൻ്റെ IAS പരീക്ഷയ്ക്ക് മുമ്പും സർവീസ് കയറിയപ്പോഴും ഒക്കെ തന്നെ ഓരോന്നും നമ്മളിങ്ങനെ ശബരിമല ദർശനം കൊണ്ടിങ്ങനെ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയുണ്ട്. അയ്യപ്പനെ പോയി തൊഴണം കേട്ടോ. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയ ഒരാളാണ് ഞാൻ. ഏറ്റവും ഒടുവിൽ പിന്നെ ചീഫ് സെക്രട്ടറി ആവുന്ന സമയത്ത് ഞാൻ തലേദിവസം പോയി തൊഴുതിട്ട് മാത്രമേ, അന്ന് രാത്രി ഇറങ്ങി, അത് അന്നിവിടെ കിടന്നത് എനിക്ക് ഓർമ്മയില്ല. ഇവിടുന്ന് വൈകിട്ട് പോയി തൊഴുത് ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചാർജ് എടുക്കുന്നത്. കാരണം എനിക്ക് തോന്നി അങ്ങനെ ഒരു സംരക്ഷണം വേണ്ട ഒരു ജോലിയാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ തന്നെ ഹൈ പവർ കമ്മിറ്റിയുടെ ചാർജ് ഉണ്ട്. എനിക്ക് ഹൈ പവർ കമ്മിറ്റിയുടെ ചാർജ് ഉണ്ട്. ആ ചാർജ് ഞാൻ കുറേ കാലം ഇരുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം, 2 ഗുണങ്ങൾ കിട്ടി. ശബരിമലയുടെ എല്ലാ ഭൂമിശാസ്ത്രം എനിക്കറിയാം. ഭൂമിശാസ്ത്രം ആർക്കും അറിയാൻ പറ്റും. ഭൂമിശാസ്ത്രം മാത്രമല്ല, അവിടുത്തെ മറ്റു തരത്തിലുള്ള ശാസ്ത്രങ്ങളും എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കി. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നടക്കാതിരിക്കുന്നത്. അതിനകത്തൊക്കെ ഒരു കോമ്പിറ്റൻസിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ബോർഡ് ഫുൾ പവർ ഓഫ് ബോർഡിൻ്റെ പൂർണ്ണമായ അധികാരത്തോടു കൂടി ഞാൻ ഏതാണ്ട് ഒരു 1.5 വർഷം ദേവസ്വം ബോർഡിൻ്റെ ചീഫ് കമ്മീഷണറായിരുന്നു. അങ്ങനെ ഒരു വകുപ്പ് ഈ നിയമത്തിലുണ്ട്. ബോർഡിൻ്റെ അഭാവത്തിൽ
ദേവസ്വത്തിൻ്റെ ചാർജുള്ള സെക്രട്ടറി ചീഫ് കമ്മീഷണറാണ്. അയാൾക്ക് ബോർഡിൻ്റെ ഫുൾ പവർ ഉണ്ടാകും. മനപ്പാടമാണ് സന്നിധാനം ഇതിൻ്റെ ഭൂമിശാസ്ത്രം മനപ്പാടമാണെന്ന് മാത്രമല്ല, അവിടെ ഓരോ കാര്യങ്ങളും എങ്ങനെ നടക്കുന്നു, എങ്ങനെ നടക്കാതിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഏറെക്കുറെ മനപ്പാടമാണ്. കാരണം 6-7 വർഷം പിന്നെ മാസ്റ്റർ പ്ലാനിൻ്റെ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സമിതി ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമിതി ബോർഡുമായിട്ടുള്ള ബന്ധമെന്ത്, ബോർഡിൻ്റെ മെഷീനറി എങ്ങനെ ഈ ഉന്നതാധികാര സമിതി ഉപയോഗിക്കും, ബോർഡിൻ്റെ തീരുമാനം പ്രിവെയിൽ ചെയ്യുമ്പോൾ ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനം പ്രിവെയിൽ ചെയ്യുമ്പോൾ തുടങ്ങി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. കാരണം എല്ലാം ബോർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബോർഡാണ് ശബരിമലയുടെ കസ്റ്റോഡിയൻ. ബോർഡിന് മാത്രം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനൊരു പ്രത്യേക സംവിധാനം കോടതി ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. കാരണം ബോർഡ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും, ശബരിമലയിൽ നടക്കുന്ന ഏതൊരു പ്രവൃത്തിയും മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ആ പ്ലാനിൻ്റെ ഡിസിപ്ലിനകത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഈ ശബരിമലയുടെ ക്യാരക്ടർ തന്നെ, അതിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. ഇതൊരു കാനന ക്ഷേത്രമാണെന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. കാനനവാസനായിട്ടുള്ള അയ്യപ്പൻ എന്നുള്ള സങ്കല്പമാണ്. അതുകൊണ്ടാണ് 67 ഏക്കർ ഭൂമിയായിട്ട് നമുക്കവിടെ ഉള്ളൂ. അത് മുഴുവൻ മുറിച്ച് കളഞ്ഞ് നമുക്ക് ടൗൺഷിപ്പ് പണിയാനുള്ളതല്ലത്. ആ ഫോറസ്റ്റ് നേച്ചർ നിലനിർത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദപൂർണ്ണമായി എങ്ങനെ ഈ ഒരു പിൽഗ്രിമേജ് നടത്താം, അതാണ് ദാറ്റ് ഈസ് എ ചാലഞ്ച്. ഇപ്പോൾ കെട്ടിടങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, മിനിമം നമ്പർ ഓഫ് ബിൽഡിങ്സേ ഇനി ശബരിമലയിൽ പാടുള്ളൂ. അതെല്ലാം നിലയ്ക്കൽ നിങ്ങൾ ബേസ് ക്യാമ്പാക്കി ഡെവലപ്പ് ചെയ്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വശാസ്ത്രം. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ വക്രീകരണങ്ങൾ വരാം. ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ ആ കമ്മിറ്റിയിൽ പോടില്ല. ഇനിയിപ്പോൾ പ്രസിഡൻ്റ് എന്നുള്ളതിലേക്ക്, ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ളതിലേക്ക് ഞാൻ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കും ചേർന്ന രീതിയിൽ മാറ്റിയെടുക്കുകയൊക്കെ വേണം. അത് ബോർഡും ഈ കമ്മിറ്റിയുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വാസ്തവത്തിൽ ബോർഡിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയാണ്. പക്ഷേ ഇതിൻ്റെ സസ്റ്റൈനബിൾ മാനം, അതാണ് ആ ഗ്രാമറാണ് അവർ നോക്കുന്നത്. അതിൻ്റെ സാറ് പറയുന്നതൊക്കെ പ്രധാനപ്പെട്ട വരാൻ പോകുന്ന പദ്ധതികൾ. ഈ ജനങ്ങൾക്ക് മുന്നിലുള്ള അടിയന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ ദർശന സൗകര്യം. അത് വലിയൊരു പ്രശ്നമാണ്. 18 പടി ഒരു മിനിറ്റിൽ എത്ര പേർക്ക് കയറാം? ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് വരുന്ന ആളുകളാണ്. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നവരുണ്ട്, പിള്ളേരെ കൊണ്ടുവരുന്നവരുണ്ട്, ഉണ്ടല്ലോ. ഇവർക്ക് എന്താ വേണ്ടത്? ഞാൻ ഇന്നാളൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഗാന്ധിജി നമുക്ക് പറഞ്ഞില്ലേ, ഈ വെൻ യു ആർ ഇൻ ഡൗട്ട് തിങ്ക് അബൌട്ട് ദ ഫേസ് ഓഫ് ദ പുവറസ്റ്റ് ദ പുവർ മാൻ യു ഹാവ് സീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേഹം ഉണ്ടെങ്കിൽ ഏറ്റവും നിസ്വനായിട്ടുള്ള പാവങ്ങളിൽ പാവപ്പെട്ട ഒരുത്തൻ്റെ മുഖം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഈ തീരുമാനം അയാൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ അതാണ് കണക്ക് എന്ന് ഗാന്ധിജി നമുക്കൊരു ഐ വിൽ ഗിവ് യു എ ടാലിസ്മൻ എന്നാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ എന്ത് ചെയ്യുമ്പോഴും അത് ബഹുനില മന്ദിരം ഉണ്ടാക്കിയാലും തിരക്കേടില്ല. നിങ്ങൾ വേറെ ആധുനിക സൗകര്യങ്ങൾ, ഇത് സാധാരണ ഒരു തീർത്ഥാടകന് എങ്ങനെ ഗുണം ചെയ്യും? സ്പോൺസേഴ്സ് വന്ന് ഞങ്ങൾ സ്വർണം തരാമെന്ന് പറഞ്ഞാൽ ഒക്കെ തന്നോളൂ. പക്ഷേ ഇതെല്ലാം ഒരു സാധാരണ തീർത്ഥാടകന് ഗുണം ചെയ്യുമ്പോഴില്ലേ, അതിനാണ് പ്രയോറിറ്റി. എന്ത് ഗുണം ചെയ്യണം? അയാൾക്ക് എത്ര സമയം കാത്തിരുന്നാൽ എനിക്ക് ദർശനം കിട്ടും, അതിനെപ്പറ്റി വ്യക്തത വേണം. കാത്തിരിക്കണം എന്നുള്ള അയാൾക്കും അറിയാം. പക്ഷെ അത് എത്ര നല്ല സാഹചര്യത്തിൽ കാത്തിരിക്കണം, എത്ര ചീത്ത സാഹചര്യത്തിൽ കാത്തിരിക്കണം എന്നുള്ളത് നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് എനിക്ക് തോന്നുന്നൊരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ബോർഡ് ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു പ്രതിബദ്ധത ഇവർക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം ഒരു മിനിറ്റിൽ 85 പേർക്ക് മാത്രം കയറാൻ പറ്റുന്ന 18ാം പടിയിലൂടെ നമ്മൾ എത്ര പേരെ കയറ്റിയാൽ 80 പേരെ കയറുള്ളൂ. കയറി വന്നാൽ 90 കയറാം. അത് എപ്പോഴും കയറില്ല. പീക്ക് കവറിൽ 90 പേരെ കയറ്റാം. എന്നാൽ പോലും ലക്ഷക്കണക്കിന് ആൾ വരുമ്പോൾ എങ്ങനെ ക്യൂ വരും? അതെല്ലാവർക്കും അറിയാം. ശബരിമലയിൽ ചെന്നുടനെ കയറി തൊഴുത് കളയാൻ ആരും വിചാരിക്കില്ല. പക്ഷെ അവരെ എവിടെ നിർത്തുന്നു, എവിടെ ഇരുത്തുന്നു, ആ ഇരിക്കുന്ന സ്ഥലത്ത് അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടോ, ഇത്തിരി കിടക്കണമെന്ന് വിചാരിച്ച സ്ഥലമുണ്ടോ, വെള്ളം കുടിക്കാനുണ്ടോ, എങ്ങനെ സമയം പോകും? അതുകൊണ്ടല്ലോ, കാറ്റുണ്ടോ, വെളിച്ചമുണ്ടോ, ഇത്തരം സുരക്ഷിതമാണോ, സ്റ്റാമ്പീഡ് വരുമോ, ഇത്തരം കാര്യങ്ങൾ മാത്രം 4 ചോദ്യങ്ങൾ ചോദിച്ച് അവരെവിടെ ഇരുത്തുന്നു, എത്ര നേരം ഇരുത്തുന്നു. എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ക്യൂ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 10-12 ക്യൂ കോംപ്ലക്സ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത്. ഈ ക്യൂ കോംപ്ലക്സ് എന്തിനാണ്? ടു ഹോൾഡ് ദ പിൽഗ്രിംസ്. മരക്കൂട്ടത്തുനിന്ന് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ശരംകുത്തി വഴി വരുന്ന ആളുകളെ ഈ
ക്യൂ കോംപ്ലക്സിൽ ഹോൾഡ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ സംവിധാനം എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ച് എങ്ങനെയാണ്, ഇപ്പോൾ 15 ക്യൂ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ മരക്കൂട്ടത്തിലുള്ളത് 1, അങ്ങോട്ട് പോകുമ്പോൾ 2, 3 ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിടത്ത് കയറിയിരുന്നു, ക്യൂ കോംപ്ലക്സ് നമ്പർ 2 കയറി ഇരുന്നാൽ അവൻ 3 പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നേരെ അവർക്ക് ദർശനം കിട്ടണം, മെയിൻ ക്യൂവിലോട്ട് കയറണം, എന്നിട്ട് ഇതിനകത്ത് ആളെ കയറ്റും. അങ്ങനെ ഈ ഓരോരുത്തരും വന്നിരുന്ന പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ക്യൂ കോംപ്ലക്സ് തുറന്ന് അതേ സമയത്ത് ഇതിനകത്ത് ഇരുന്ന സമയത്ത് അവർ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്, മാസ്റ്റർ പ്ലാൻ്റെ കോൺസെപ്റ്റാണത്. അത് പ്രയോഗത്തിൽ വരുത്തണം. ഈ ഇരിക്കുന്ന ഒരു അയ്യപ്പനെന്നാണല്ലോ നമ്മൾ വിളിക്കുക, സ്വാമിയാണ്. അയാൾ സന്തോഷമായിട്ടിരുന്നെങ്കിൽ മാത്രമേ അകത്തിരിക്കുന്ന അയ്യപ്പ ചൈതന്യത്തിന് സന്തോഷമുള്ളൂ എന്ന് വിചാരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പിൽഗ്രിം കേന്ദ്രിതമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും എൻ്റെ സമീപനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സുരക്ഷിതത്വം, സ്റ്റാമ്പീഡ് വരാതിരിക്കുക, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക, തെന്നി വീഴാതിരിക്കുക, ഹൈജീൻ. പിന്നെ ഈ ഭക്ഷണം, ഹോട്ടലുകൾ, അവിടെ ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക, അത് ഹൈജീനിക് ഫുഡാണ് കൊടുക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ചെക്കിംഗ് മെഷേഴ്സൊക്കെ കൃത്യമാകണം. അതൊക്കെ നമുക്ക് റിപ്പോർട്ട് കിട്ടണം. പിന്നെ കുടിവെള്ളം ശുദ്ധമാണോ, എല്ലാ ഈ ശുദ്ധിയും അതിനകത്തൊരു വലിയ ഫോക്കസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ വൃത്തിയായി ആ പരിസരം ഇട്ടിട്ടുണ്ടെങ്കിൽ വരുന്നവരും വൃത്തിയായിട്ടിട്ടുണ്ട്. നമ്മൾ വൃത്തികേടായിട്ട് എല്ലാവരും വൃത്തിയാണ്. അല്ല, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് 15 സെക്കൻഡാണ് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ കിട്ടുന്നത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ 15 സെക്കൻഡ്. അത് എത്ര പേരെ കൂടുതൽ കയറ്റി വിട്ടാൽ അതിനനുസരിച്ച് ഈ 15 സെക്കൻഡ് കുറഞ്ഞ് 7 സെക്കൻഡ് 1 സെക്കൻഡുമായിട്ട് കുറയും. അപ്പം ഈ പോലീസാണല്ലോ കയറ്റി വിടുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാന പരാതിയായിട്ട് വരുന്നത്. പക്ഷേ ഈ സന്നിധാനത്തിൽ ചെല്ലുന്നൊരു ഭക്തന് അയ്യപ്പ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അയാൾ ക്യൂവിന് പുറത്താകും. അതൊരു ദീർഘകാല പദ്ധതി, അതിനെന്തെങ്കിലും അത്തരത്തിലൊരു അവർ കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു. പ്രയോഗിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, അയ്യപ്പനെ കാണുന്നത് അയ്യപ്പൻ്റെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് പകരം ഗുരുവായൂരത്തെ പോലെ നേരെ പോയി സന്നിധാനത്തേക്ക് ആ പടി കയറി ഇപ്പം ഇങ്ങനെ മറ്റേ ഓവർബ്രിഡ്ജ് വഴിയാണ്. ഓവർബ്രിഡ്ജ് തന്നെ വാസ്തുപരമായി തെറ്റാണെന്നൊക്കെ പറയുന്നില്ല. അയ്യപ്പൻ ഇരിക്കുന്നതിനേക്കാളും മുകളിൽ കൂടെ നടക്കാൻ പാടില്ല. അതിന് പകരം എൻ്റെ അടുത്ത് ഒരു പ്രസിഡന്റ് പറഞ്ഞതാണ്, ഞങ്ങൾ നേരെ കയറി കുറച്ച് നേരം അയ്യപ്പനെ കാണാം, കണ്ടിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ മതിയോ, അത് നടപ്പിലാകില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ പോയാൽ. അതൊരു നല്ല പരീക്ഷണമാണ്, നോക്കാവുന്നതാണ്. പിന്നെ അവിടെ പരീക്ഷിക്കുമ്പോഴും ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പോലീസിൻ്റെ ഒരു കൺകറൻസ് വേണം, അതിൻ്റെ പ്രായോഗിക വശങ്ങൾ നോക്കണം, അത് സ്റ്റാമ്പീഡ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ എളുപ്പത്തിൽ അങ്ങ് ചെയ്യാൻ ഞാൻ പറയണില്ല. പക്ഷേ എൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരു പരിചയം കൊണ്ട് ഈ വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സാറേ, മണ്ഡലകാലത്തെ കേന്ദ്രീകരിച്ചാണല്ലോ ആലോചന മുഴുവൻ. ഇപ്പോൾ തുടക്കത്തിൽ മറ്റു മലയാള ദിവസങ്ങളിൽ മാസങ്ങളുടെ ആദ്യത്തെ 5 ദിവസമാണ് തുറക്കുന്നത്. അങ്ങനെ തുറക്കുന്നത് കുറച്ചുകൂടെ നീട്ടിക്കഴിഞ്ഞാൽ ഈ തിരക്ക് കുറയാനും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കില്ല. എങ്ങനെയാണ് ഈ 5 ദിവസം എന്നുള്ളത് വന്നതെന്ന് ഞാൻ പരിശോധിക്കണം. അവിടെയൊക്കെ കയറി അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവില്ല. പക്ഷേ ഇപ്പോൾ 5 ദിവസമേ തുറക്കുന്നുള്ളെങ്കിൽ 5 ദിവസവും ഭംഗിയായിട്ട് തൊഴിലാളികളെ ഏർപ്പാടാക്കുക. പിന്നെ തിരക്കൊന്നും കുറയില്ല. ഈ തിരക്കിനുള്ളിലും നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് തൊഴുതാം. എനിക്ക് തോന്നുന്നത് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് സാധിക്കും. പിന്നെ നിലയ്ക്കലിൽ കുറച്ച് ആളുകളെ കൂടുതൽ നേരം നിർത്തണം. കമ്മ്യൂണിക്കേഷൻ വേണം. നിങ്ങളുടെ ഈ ക്യൂ കോംപ്ലക്സിൽ ഇരിക്കുന്നവർ ഇപ്പം മണി 10 11:20 ആകുമ്പോൾ ഇത് തുറക്കും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീസ് ഹാപ്പി. ഇതിപ്പോൾ ഇങ്ങനെ അനിശ്ചിതത്വമാണ്, കമ്മ്യൂണിക്കേഷൻ ഇല്ല, പിൽഗ്രിം കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് കുറച്ചുകൂടെ നന്നാക്കണം നമുക്ക് വിചാരിക്കുകയാണ്. എല്ലാം അവിടെ പോയി ഞാനൊന്നും കണ്ടിട്ടില്ല, ഇപ്പോൾ അവിടെ പോയി കാണട്ടെ ഈ വർഷത്തെ. ഇപ്പം ജനങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന സംശയം അവിടെയൊക്കെ കിട്ടുന്ന സംഭാവനകൾ അല്ലെ സ്പോൺസർഷിപ്പ്, ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇതിനൊരു കണക്ക് എങ്ങനെ വരുത്താൻ പറ്റും? കണക്ക് വേണമല്ലോ. കാരണം ഇത് ആളുകൾ ട്രസ്റ്റിൽ വിശ്വാസത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അയ്യപ്പൻ എന്നുള്ള ഒരു ശക്തിയിലുള്ള വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം കൊണ്ടല്ല ഇതൊന്നും വരുന്നത്. നമ്മൾ അവിടെ ആരിരുന്നാലും, ഞാനോ വേറൊരാൾ ആരിരുന്നു എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. നമ്മൾ വി ആർ ഓൾ ഇമ്മെറ്റീരിയൽ. അയ്യപ്പനിലുള്ള അഗാധമായ വിശ്വാസം കൊണ്ട് അയ്യപ്പന് എനിക്ക് ഈ സ്വർണം കൊടുക്കണം, ഇത് നടത്തണം എന്ന് വിശ്വസിച്ച് വരുന്ന ആളാണ്. അയാളൊരു കിരീടം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്രഭ വച്ചു, അല്ലെങ്കിൽ ഒരു യോഗദണ്ഡ് കൊടുത്തു, വാങ്ങിച്ചോളൂ, സ്വർണ്ണമാണ് അയാൾ കൊണ്ട് തന്നത്. ഈ തന്നതെല്ലാം വിശ്വാസത്തിലാണ് തന്നിരിക്കുന്നത്. ഇത് വിശ്വാസത്തോടു കൂടി എടുത്ത് എൻട്രി നടത്തി സുരക്ഷിതമായി വെച്ച് എല്ലാ വർഷവും വെരിഫിക്കേഷൻ നടത്തുമെങ്കിൽ, ഓഡിറ്റ് വേണം, ആനുവൽ വെരിഫിക്കേഷൻ ആൻഡ് ഓഡിറ്റ് നടത്തിയിരിക്കണം. ഇവിടെ മാത്രമല്ല
അനേകം ക്ഷേത്രങ്ങളിൽ ഭക്തന്മാരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള സ്വർണവും മറ്റ് സാധനങ്ങളും ഇരിപ്പുണ്ട്. ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും കാലം അത് സുരക്ഷിതമായിട്ടിരുന്നല്ലോ. ഇവിടെ അങ്ങനെ ഉണ്ട്, തിരുവാഭരണം കമ്മീഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വെരിഫിക്കേഷൻ നടക്കണം. അത് ആരും ആ റെക്കോർഡ് ടാമ്പർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഒരു വർഷം എത്ര സ്വർണം കിട്ടുന്നു, അതെല്ലാം എത്ര സംഭാവന കിട്ടുന്നു, ആളുകളോട് പറയുകയും വേണം. അത് സുതാര്യമാക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ ഇടണം. അത് മണ്ഡലകാലം കഴിയുമ്പോൾ 150 കോടി രൂപ കിട്ടി എന്ന് മാത്രമാണ് പറയുന്നത്. പോരാ, ഇത്ര സംഭാവന കിട്ടിയെന്നും പറയണം. സംഭാവനകൾ അത്ര വലിയ സംഭാവന ഈ സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ല, ഇത് സംഭാവന ചെയ്യാൻ ഒരു ഇടനിലക്കാരൻ വരേണ്ട ആവശ്യം എന്താണ്? അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രശ്നം. സംഭാവന അല്ല പ്രശ്നം, സ്പോൺസർഷിപ്പ് അല്ല പ്രശ്നം. അവർ വരുന്ന വഴി, ആ വഴി സുതാര്യമാക്കണം, ഓബ്ജക്റ്റീവാക്കണം. അതിന് ഞാനിവിടെ പോയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വ്യക്തതയില്ല. പല ലെവലിൽ ഓരോ ഉപജാപങ്ങൾ വരുന്നു, നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണം. മനുഷ്യരെ കള്ളം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ കള്ളം ചെയ്യുക, ആ സ്കോപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞായിരുന്നു. സ്വർണ്ണക്കടയിൽ കച്ചവടം നടത്തുന്നത് എങ്ങനെയാണ്? ഒരു പൊട്ട് താഴെ വീണവരെ ആയിരക്കണക്കിന് രൂപയാണ് ഇല്ലേ? ഒരു പൊടി അവർ ഭംഗിയായിട്ട് എത്രയോ ജീവനക്കാരും 10-100 ജീവനക്കാരും ഒരു ദിവസം ഒരു 10,000 ആൾക്കാരും വന്നു പോകുന്നില്ലേ? വല്ല പേടിയുള്ളവർക്ക് CCTV ഉണ്ട്, ഈ ജീവനക്കാരെ പരിശോധിക്കുന്നുണ്ട്, എല്ലാം എടുത്ത് തിരിച്ചു വയ്ക്കുന്നതിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. ഒരു സാധനം എടുത്തു കൊടുത്ത് അകത്ത് വെച്ചിട്ട് അടുത്ത് എടുത്ത് പ്രോട്ടോക്കോൾ, സ്ട്രിക്റ്റ് പ്രോട്ടോക്കോളാണ്. സ്വർണ്ണമാണ് ഡീൽ ചെയ്യുന്നത്. ഒരു മടിയില്ലല്ലോ അവർക്ക്. എന്തുകൊണ്ട് സാധിക്കുന്നു? ബിക്കോസ് ആ ട്രേഡിലുള്ള അപകട സാധ്യതകൾ മുഴുവൻ മുന്നിൽ കണ്ടിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. ഈ സമ്പ്രദായങ്ങൾ അവിടെ വരണം, ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ അനുഭവങ്ങളിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ലേ? അത് മാറ്റങ്ങൾ വരും. സിസ്റ്റമിക് മാറ്റങ്ങൾ, ചില നടപടിക്രമങ്ങളിലുള്ള വലിയ മാറ്റങ്ങൾ വരണം. അയ്യപ്പനും മറ്റ് ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ഭക്തന്മാർ ഏൽപ്പിച്ചു പോയിട്ടുള്ള സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് ഭക്തജനങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. അതിനുള്ള നടപടികൾ ഉണ്ടാവും, അത് സുതാര്യമാവും, അത് എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഈ സ്വർണത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചൊരു കണക്കിൻ്റെ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ മാത്രമാണ് പുറത്തറിയുന്നത്. പക്ഷേ അവിടെ ഭക്തർ കൊണ്ട് തെങ്ങും തൈ കൊടുക്കുന്നു, കന്നിനെ കൊടുക്കുന്നു, നെയ്യ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ കണക്കെടുത്ത ഒരു 50 വർഷത്തെ തെങ്ങും തൈയുടെ കണക്കെടുത്ത വലിയ തെങ്ങും തോട്ടം തന്നെ അവിടെ കാണുന്നതാണ്. അവിടുത്തെ നെയ്യ്, അവിടെ കിട്ടുന്ന കന്നുകുട്ടികൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോകുന്നു? അല്ല, ഇതിനെന്താണ് ഒരു സുരക്ഷാ? അക്കൗണ്ടബിലിറ്റി വേണം. ഇതൊരു പൊതു സ്വത്താണ്, അയ്യപ്പൻ്റെ സ്വത്താണ്. അക്കൗണ്ടബിലിറ്റി ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് ഈ നവംബർ 17 ആരംഭിക്കുന്ന ഈ ഫെസ്റ്റിവലിന് ഒരു ഒക്ടോബർ 15 ആകുമ്പോൾ നമ്മൾ ഒരുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ തുടങ്ങും. ഇതുപോലെന്നാണ് ഞാൻ പറയുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും അതിനുള്ളൊരു സംവിധാനം വേണം. ശബരിമലയ്ക്ക് മാത്രമായിട്ട് ദേവസ്വം ബോർഡിനകത്തുണ്ടാക്കിയാൽ മതി. അവരെ ഇതിൻ്റെ കണക്ക് ഒരു സീസൺ കഴിയുമ്പോൾ ഇത്ര രൂപ കിട്ടി, ഇത്ര പൊന്ന് കിട്ടി, ഇത്ര വെള്ളി കിട്ടി, ഇത്ര മറ്റത് കിട്ടി, എല്ലാം നമുക്ക് തരണ്ടേ? അത് പബ്ലിക് ഡൊമൈനിൽ വേണ്ടേ? നമ്മൾ ഇത്ര രൂപ കിട്ടിയെന്ന് പറയുന്നത് പോലെ തന്നെ ഇത്ര കിലോ സ്വർണ്ണം കിട്ടി, അത് നമ്മൾ മാസ്റ്റർ എഴുതിയകത്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അത് പറയണ്ടേ? ഇത്ര നെയ്യ് കിട്ടി, ഇത്ര തെങ്ങും തൈ കിട്ടി പറയണം. ഭക്തർ എന്തൊക്കെ തന്നു അതിനെപ്പറ്റി നമുക്കൊരു അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇത് തീർത്തും ഇറങ്ങി അടുത്തതിലേക്ക് കിടക്കും. അതുപോലെ ഇപ്പം ജനങ്ങൾക്ക് മുന്നിൽ വേറെ അയ്യപ്പനെ കണ്ടിട്ട് അവർ ഉണ്ണിയപ്പം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അരവണ വാങ്ങിക്കുന്നു. ഒരു പാക്കറ്റിൽ ഇത്ര ഉണ്ണിയപ്പം, ആ ഉണ്ണിയപ്പത്തിൻ്റെ നെല്ലിക്കയുടെ വലിപ്പമാണോ നാരങ്ങയുടെ വലിപ്പമാണോ എന്നുള്ളതിന് കൃത്യതയില്ല. എത്ര ശർക്കര ചേർന്നു, എത്ര നെയ്യ് ചേർന്നു, എത്ര അരിപ്പൊടി ചേർന്നു, ഇതിനൊക്കെ ഫുഡ് ഇൻസ്പെക്ടർ വേണം അവിടെ. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം അതിൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു എന്നിരിക്കട്ടെ, നമ്മൾ സങ്കല്പം ഒരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു ഈ ഉണ്ണിയപ്പം വിൽക്കുന്നതെങ്കിൽ നമ്മളത് ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നതെന്ന് ഉറപ്പ് വരുത്തില്ലേ? ആ പാക്കറ്റിൽ നമ്മൾ എന്തെഴുതുന്നു അതെല്ലാം അതിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തില്ലേ? ഇവിടെ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫുഡ് റെഗുലേഷനും കൂടെ അതിനകത്ത് വരണം. ഭക്ഷണ സാധനമല്ലേ ഇത്? ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉണ്ണിയപ്പം കഴിച്ചാൽ നമ്മളെയൊക്കെ പല്ല് പോകും, തെറിച്ചു പോകും. കാരണം അത്ര കട്ടിയാണ്. കാരണം പഴം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഉണ്ണിയപ്പത്തിന് കട്ടി വരുന്നത് എന്ന് പറയുന്നു. പഴം ഉപയോഗിച്ചാൽ സംഗതി പ്രിസർവേറ്റീവ് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ.
അതുകൊണ്ട് അരവണ ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് സ്ട്രീം ലൈൻഡ് ആയിട്ടുണ്ട്, പുതിയ മെഷീനറിയൊക്കെ വന്നിട്ടുണ്ട്. അല്ല സാർ, ഇതിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് സംശയം. ക്വാളിറ്റി മാത്രമല്ല, ഇതിന്റെ ക്വാണ്ടിറ്റി. നെല്ലിക്കയാണോ നാരങ്ങയുടെ വലുപ്പമാണോ ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നത്? പൈസ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊരു പാക്കറ്റ് തരുന്നു. അപ്പോൾ അതിനൊക്കെ അതൊരു പ്രധാനപ്പെട്ട തൃപ്തി, ഭക്തന്റെ തൃപ്തി ഈ ദർശനത്തിൽ മാത്രമല്ലല്ലോ. അങ്ങനെ പരിശോധിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം നമ്മളെ ട്രസ്റ്റാണ്, ഇങ്ങോട്ടുള്ള വിശ്വാസം, ഭക്തനോടുള്ള വിശ്വാസം പാലിക്കണം. അതിനുള്ള എൻ്റെ എല്ലാ നടപടികളും ഈ പറഞ്ഞ പോലെ വിശ്വാസം സംരക്ഷിക്കാനുള്ളതും അതിനുവേണ്ടി മാത്രം എൻ്റെ പ്രതിബദ്ധത വിശ്വാസികളോട് മാത്രം. വിശ്വാസികളോട് ആണ് നമ്മുടെ അയ്യപ്പനോട് വിശ്വാസികളോടുമുള്ള ഒരു പ്രതിബദ്ധത നിറവേറ്റുക എന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. വളരെ ഹെർക്യൂലിയൻ ടാസ്ക്കാണ്, സംശയമൊന്നുമില്ല. ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അക്കോമഡേഷനിലൊക്കെ ഉള്ള മുറി കൊടുക്കുന്നതിനകത്ത്, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ ഒരു ദേശീയ നിലവാരത്തിലേക്ക് ഇതിനെ ഉയർത്തണം. ഇപ്പം നിലവാരം മോശമാണ്. അല്ല, ദേശീയ തീർത്ഥാടന ആക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യം നിലവാരം ദേശീയം പോയിട്ട് ഇപ്പോൾ വളരെ മുറികളുടെ നിലവാരമാണെങ്കിൽ അവിടുത്തെ ശൗചാലയങ്ങളുടെ നിലവാരം, ബെഡ്ഷീറ്റ്, പല പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് അധികം മാറി ലക്ഷറി ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വൃത്തിയുള്ള മുറികൾ അത് അലോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ക്രമീകരണം, സുതാര്യത ഒക്കെ ആണെങ്കിൽ വരുമാനവും കൂടും, ആളുകൾക്ക് തൃപ്തിയും കൂടും. ഇപ്പോൾ ഇതെല്ലാം നേരെ സിസ്റ്റംസ് ഇല്ലാത്തതുകൊണ്ട് വളഞ്ഞ വഴി കൂടെ ചെയ്യാം. സാറിന് ഇത് ഓൺലൈനിലേക്ക് മാറ്റണം. ഇന്ത്യൻ റെയിൽവേക്ക് ഓൺലൈനിൽ ബുക്കിംഗ് പറ്റുമെങ്കിൽ ശബരിമലയിൽ ഇത്രയും 800 മുറികൾക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ എത്ര ബർത്തുകൾ, എന്തെല്ലാം ട്രെയിനുകൾ, എന്തെല്ലാം സുഖമായിട്ട് 3 മിനിറ്റ് കൊണ്ടാണല്ലോ നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങുന്നില്ലേ. ടെക്നോളജി കുറച്ചും കൂടെ ഭംഗിയായി ഇഫക്റ്റീവായിട്ട് ശബരിമലയിൽ ഉപയോഗിക്കാം. ശബരിമലയിൽ ദേവസ്വത്തിൽ ഉപയോഗിക്കാം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ട് ഒരു തരത്തിലുള്ള പിന്നെ നിരീക്ഷണവും ഒരു തരത്തിലുള്ള ഡിസ്റ്റോർഷൻസും വരാതെ ഒബ്ജക്റ്റീവായിട്ട് അതില്ല. അതുകൊണ്ടാണ് ഇടനിലക്കാരൻ വരുന്നത്. ഇടനിലക്കാരനെ കംപ്ലീറ്റ് ഇല്ലാതാക്കണം. കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതായിരിക്കണം നമ്മളെ ലക്ഷ്യം. ദർ ഈസ് നോ നീഡ് ഫോർ ഇന്റർമീഡിയറീസ്. ഒരു സ്പോൺസറുടെ ആവശ്യം, ഇടനിലക്കാരൻ ആവശ്യം വരുന്നത്. സ്പോൺസർ വരണമെങ്കിൽ വന്നോട്ടെ, നേരിട്ട് വന്നോളൂ. നമ്മൾ സംസാരിക്കുന്നത് എന്താണ് സ്പോൺസർ ചെയ്യുന്നത്, ഇന്നതാണ്, ഇത്ര രൂപയാണ്, എന്താ വേണ്ട, ഇതാണ് ചെയ്തോളൂ. കോൺട്രാക്റ്റ് ഒപ്പിടണം. അല്ലാതെ ഇടനിലക്കാരനും ആരും വേണ്ട. അവിടെ ആരും വേണ്ട. ഞാൻ കൊണ്ടുവരാളെ ഇത്തരത്തിലുള്ള കാളക്കച്ചവടത്തിന് അവിടെ ആവശ്യമില്ല. ഇപ്പോൾ അതാണ്, ആ ലെവലിലാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളവരാരും വരാറില്ല സാധാരണ ഗതിയിൽ. സ്പോൺസർ വരുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് അതിനുള്ള കൺസേൺ ആളെ വയ്ക്കണം. നമ്മൾ അറിയണം, ബോർഡ് അറിയണം, എന്താണ് സ്പോൺസർ ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് സ്പോൺസർ ചെയ്യുന്നത്, എവിടെയാണ്, ഒക്കെ അറിയണം. ആവശ്യമുണ്ടോ ഇല്ലേ? ആവശ്യമില്ലാത്ത കാര്യം സ്പോൺസർ ചെയ്യേണ്ട. ഇപ്പോൾ പണ്ടൊരുത്തം കൊണ്ട് അവിടെ റൂഫ് വെച്ചു, ആവശ്യമില്ല. അയാൾക്ക് റൂഫ് വയ്ക്കണം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയിലാണ്. അത് വേണോ വേണ്ട നമ്മൾ തീരുമാനിക്കും. ഇപ്പം നിർദോഷമായ കാര്യം, അയ്യപ്പന് എന്താണ് സ്വർണ്ണത്തിൽ എനിക്കോ അത് കൊടുത്തു. അല്ലാതെ ശബരിമലയിൽ ഇന്ന് ആർച്ച് വയ്ക്കണം, അത് ഞങ്ങൾ വേണോ വേണ്ട നമ്മൾ പറയാം. മനസ്സിലായി? അതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അവിടുത്തെ കുടിവെള്ളം എവിടെ നിന്ന് വരുന്നു? സാറിന് ഒരു പക്ഷേ കുന്നാർ ഡാമൊക്കെ സന്ദർശിച്ച അനുഭവം? കുന്നാർ ഡാം സന്ദർശിച്ചിട്ട് എത്ര കിലോമീറ്റർ അകലെയാണ്? 11 കിലോമീറ്റർ ഉൾവനത്തിൽ പോകണം. ഒരുപാട് ജോലിയാണ്, ഒരു ദിവസത്തെ ജോലിയാണ് പോയി വരാൻ. നമ്മൾ വളരെ തളർന്നു പോകും. അവിടെ ഡാമുണ്ട്. ആ ഡാമിൻ്റെ ഹൈറ്റ് കൂട്ടാൻ ഫോറസ്റ്റുകാർ അനുവദിക്കില്ല. കാരണം വെള്ളം സബ്മർജൻസ് വരുന്നത്. പക്ഷേ ഡാമിൽ നല്ല ശുദ്ധ വെള്ളമാണ് വരുന്നത്. പിന്നെ സുരക്ഷിതത്വമുണ്ട്. ഇത്രയും 11 കിലോമീറ്റർ പൈപ്പാണ്. അതൊക്കെ പോലീസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സുരക്ഷിതത്വമുണ്ട്. പിന്നെ വലിയ ഹ്യൂജ് വാട്ടർ ടാങ്ക്സിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ശുദ്ധിയിലൊന്നും കുറവില്ല. പിന്നെ അവിടുത്തെ മറ്റ് മാലിന്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഹൈപ്പവർ കമ്മിറ്റി ചെയർമാൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. 10-30 സെപ്റ്റിക് ടാങ്കിൽ മനുഷ്യ മാലിന്യം കെട്ടിക്കിടന്നുകൊണ്ടിരുന്നിടത്തുന്നത് അത് മുഴുവൻ ഒരു മോഡേൺ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വന്ന് അത് ട്രീറ്റ് ചെയ്ത് ഈക്കോളി ബാക്ടീരിയ ഇല്ലാതെ അല്ലെങ്കിൽ കൺട്രോളബിൾ ലിമിറ്റിലാക്കിയിട്ട് നമ്മളിപ്പോൾ ന്യൂണങ്ങാറിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശബരിമലയിൽ അങ്ങനെ ഒരു STP ഉണ്ട് എന്നുള്ളത് വലിയ നേട്ടമാണ്. അതുകൊണ്ട് അവിടെ ദുർഗന്ധമില്ല. ഇപ്പോൾ അത് എത്ര കപ്പാസിറ്റി ഉള്ളതാണ് സാർ? ആവശ്യത്തിലേറെ കപ്പാസിറ്റി കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അവിടത്തേക്കുള്ള കപ്പാസിറ്റി ഫുള്ളായിട്ട് ഉള്ള കപ്പാസിറ്റിയുള്ള നമ്മൾ 23 കോടി രൂപയായി.
പക്ഷെ പമ്പയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. ഇല്ല, പമ്പയിൽ ഞാൻ ആലോചിച്ചെങ്കിലും പമ്പയിലില്ല. പമ്പയിൽ വേണം. പമ്പയിലില്ലെങ്കിൽ പിന്നെ പമ്പയിലില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് മലിനമാക്കി വിട്ടാലും അവിടെ മാലിന്യം മുക്തമാക്കി വിട്ടാലും നുണങ്ങാർ വന്നിവിടെ ചേർന്നാലും പമ്പയിൽ ഇഷ്ടം പോലെ ഈ കോളിയുണ്ട്. കാരണം ആളുകൾ ഇറങ്ങി പോകും. ഈ വെള്ളം കുട്ടനാട് വരെ ഒഴുകുകയാണ്. ഈ വെള്ളം പിന്നെ അവിടുത്തെ ഈ നമ്മൾ STP എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ മാലിന്യം ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്ത് ഈ സ്യൂവേജ് ഈ വെള്ളം ട്രീറ്റ് ചെയ്ത് പമ്പയിലോട്ട് വിടണം. ഇപ്പോൾ പമ്പയിൽ നേരിട്ട് കയറുന്നില്ല. എല്ലാം ഈ പലയിടത്തുകൾ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഇഫക്റ്റീവ് അല്ല വളരെ എന്നാണ് പറയുന്നത്. മറ്റേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അത് മാറ്റണം. അതൊക്കെ ഇനി ഞാൻ ഈ ഹൈ പവർ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്താണെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കിയിട്ട് തീരുമാനിക്കാതെ 2 വർഷമുണ്ട്. 700 ദിവസം കൊണ്ട് ശബരിമലയിൽ എന്താ പറയേണ്ടത്, നമുക്ക് ആശ്വാസപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആശ്വാസപ്രദമായ മാറ്റങ്ങൾ, വിശ്വാസികളുടെ ആശ്വാസം അതുണ്ടാവും. സാറേ, ഈ ദേശീയ തലത്തിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ എപ്പോഴും ഈ ആൾക്കൂട്ടം കൂടുന്നിടത്ത് എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സീസൺ ആകുമ്പോൾ എങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും? അല്ലെങ്കിൽ ആൾ വരും പറഞ്ഞാൽ പോലീസ് അതിനകത്ത് വളരെ സജ്ജമാണ്. പോലീസ് സജ്ജമെന്ന് പറഞ്ഞാൽ പോലീസിന് ഇൻ്റലിജൻസ് സംവിധാനം സജ്ജമാണ്. ഇൻ്റലിജൻസ് നമ്മളറിയാതെ ഒക്കെ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പോലീസിന് ഓഫീസേഴ്സിന് ദിവസം മുന്നൊക്കെ തരുന്നുണ്ട്. ചെയ്യാവുന്നതിൻ്റെ പരമാവധി പോലീസ് അക്കാര്യത്തിൽ സജ്ജമാണ്. പക്ഷേ എന്നിരുമ്പോഴും അതിനകത്ത് ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ടെററിസ്റ്റ് മാത്രമല്ലല്ലോ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടാവാം, പിന്നെ സ്ഫോടക വസ്തുക്കളുടെ ആക്സിഡൻറ്റ്, അതിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്തണം. സന്നിധാനത്ത് തന്നെ വെടിവഴിപാടിനൊരു സൗകര്യം, വെടിവഴിപാടിൻ്റെ അവിടെ ഈ പിന്നെ ഇതുണ്ടല്ലോ, എക്സ്പ്ലോസീവ്സ് ഉണ്ട്. അതൊക്കെ നിയമം അനുസരിച്ചിട്ട് തന്നെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എല്ലാത്തിനകത്തൊരു നിയമം അനുസരിക്കാനുള്ളൊരു മനസ്സ് വേണം. ഇത് ശബരിമലയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ ഒരു മനോഭാവം മാറണം. ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ആണെങ്കിലും ശരി, പിന്നെ എന്താണ് ഈ എക്സ്പ്ലോസീവിൻ്റെ സെക്യൂരിറ്റിയുടെ ആണെങ്കിലും ശരി, ഡീസൽ ഉപയോഗിക്കുന്ന ഈ സെക്യൂരിറ്റി എല്ലാം നിയമപ്രകാരം എന്ത് ചെയ്യണമോ അത് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഇത്രയും കാലം ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ നമ്മളൊരു നിയമം അനുസരിക്കുന്ന ആളാണ്. ഇതൊക്കെ ചെയ്യണം. ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയാണ്. അത് ചെയ്തിട്ടുണ്ടോ, ഇത് ചെയ്തിട്ടുണ്ടോ. എന്തായാലും ഈ വർഷത്തെ ജോലി വളരെ ശ്രമകരം തന്നെയാണ്. പിന്നെ എരുമേലിയുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, നിലയ്ക്കലിലെ സ്ഥിതി നോക്കണം. നിലയ്ക്കൽ കോംപ്ലക്സ്, നിലയ്ക്കൽ എന്നൊരു സംവിധാനം തന്നെ സാറിൻ്റെ എങ്ങനെയാണ് സാർ അതിലേക്ക് വരുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാനിൻ്റെ സ്പിരിറ്റ് ഫോറസ്റ്റ് ഏരിയയിൽ അധികം കയറി ചെയ്യരുത്. ഫോറസ്റ്റിന് വെളിയിലുള്ള ഏരിയ ബേസ് ക്യാമ്പായിട്ട് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് എത്ര ഏക്കർ ഭൂമി ഞാൻ മറന്നുപോയി, കുറേ ഏക്കർ ഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ദേവസ്വം ബോർഡിൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് നിലയ്ക്കലിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭൂമിയാണ് നമ്മൾ നിരത്തി ഇപ്പോൾ പാർക്കിംഗ് യാർഡാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പല ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ. കുറച്ച് പിൽഗ്രിംസിന് സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് വേണ്ടത്ര സൗകര്യം ഇല്ല എന്നുള്ളതാണ്. ഡ്രൈവേഴ്സിന് കിടക്കാനുള്ള സ്ഥലമില്ല. അവിടെ സ്ത്രീകളും വരും, ചിലപ്പോൾ മുകളിലോട്ട് കയറാൻ പറ്റാത്ത സ്ത്രീകൾ. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ ക്രമീകരണമാണ്. ഇവിടെ ഇപ്പോൾ മാലിന്യം നിറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വാട്ടർ അതോറിറ്റി തീർക്കാൻ പോകുന്നതെന്ന് പറയുന്നു. നിലയ്ക്കൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം ആളുകൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാവും. നിലയ്ക്കൽ നമുക്ക് പിന്നെയും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നിലയ്ക്കൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടെ ആശ്വാസം ഉണ്ടാകും. അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ തൊഴുതിങ്ങേറാം. 365, 350 എടുത്ത് 700 ദിവസമുണ്ട്. ഈ 700 ദിവസം കൊണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും അല്ല, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിണാമം ഉണ്ടാക്കണം എന്നാണ് ഭഗവാന്റെ ഇച്ഛ എന്ന് ഞാൻ മനസ്സിലാക്കുക. നമ്മൾ വെറും ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമേ, നമ്മളൊരു ഉപകരണം മാത്രമാണ്. ഭഗവാന്റെ ഇച്ഛയാണ്. കാരണം ഇത്രത്തോളം ഒരു ആളുകളുടെ മനസ്സിലൊക്കെ വളരെ ഒരു വിഷമസ്ഥിതിയിൽ, അങ്ങേയറ്റം അയ്യപ്പനെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമസ്ഥിതിയാണ്. അയ്യപ്പനെയൊക്കെ മുതലെല്ലാം കട്ടുകൊണ്ട് പോകുന്നല്ലോ എന്നൊക്കെ ഒന്നുമല്ലോ, സ്വാഭാവികമല്ലേ. ഈ ഒരു വിഷമസ്ഥിതിയിൽ നിന്ന് നത്തിങ് ടു വറി, എവറിത്തിങ് ഞങ്ങളത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, സുരക്ഷിതമാക്കണം. ധർമ്മശാസ്താവ് ഇരിക്കുന്ന സ്ഥലത്ത് അധർമ്മം ഒന്നും പാടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ബോർഡിന്റെ ചുമതലയാണ്. ധർമ്മശാസ്താവിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ധർമ്മം ശാസനം ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണ്. ധർമ്മശാസനമാണ് ഇതൊരു ധർമ്മശാസനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് പൂർണ്ണ മനസ്സോടുകൂടി ധ്യാനനിരതമായി ഇതിനകത്ത് ഞാൻ മുഴുകാൻ, കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ തന്നെ കിട്ടുന്നൊരു വലിയൊരു അവസരമായി.
ഒരു വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ശബരിമലയുടെ റെപ്യൂട്ടേഷൻ അത്രമാത്രം ഇപ്പം മോശമായി. ഒരു പ്രസിഡന്റിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. അത് ഭൂഷണം, അത് നമുക്ക് ഏതെങ്കിലും ഒരു ഷ്രൈൻ അത് നല്ലതാണ്. ഇതിൽ നിന്ന് നമ്മൾ വിശ്വാസികളുടെ ഒരു വിശ്വാസം വീണ്ടെടുക്കണം, ഭക്തരുടെ വിശ്വാസം വീണ്ടെടുക്കണം, വീണ്ടെടുക്കാനുള്ള നിയോഗമാണിത്. ഇന്നലെ തന്നെ ഒരു വാർത്ത വന്നത് തിരുപ്പതിയിൽ 250 കോടി രൂപയുടെ നെയ്യ് ഉത്തരാഖണ്ഡിലെ ഒരു കമ്പനി കൊടുത്തത് സിന്തറ്റിക് നെയ്യല്ല. അവർക്ക് ഫാക്ടറി പോയിട്ടൊരു തൊഴുത്ത് പോലും ഇല്ല. അത് നമ്മൾ വളരെ കേമമെന്ന് പറയുന്ന തിരുപ്പതി ഇത് മനുഷ്യവാസന എന്ന് പറഞ്ഞാൽ പണം എവിടെ ഉണ്ടാക്കാൻ പറ്റും, അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജോലി. അല്ല, നമ്മൾ ഇതുപോലെ തന്നെ നെയ്യ് പ്രൊക്യൂർ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ശർക്കര പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ശർക്കര മഹാരാഷ്ട്രയുടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നതാണ് ഞാൻ ധരിക്കുന്നത്. നമ്മളവിടെ പോയി കണ്ടിട്ടൊന്നുമില്ല. പോയി കാണണം, ഇവരുടെ ഫാക്ടറി കാണണം. ഇതിന് ഫാക്ടറി ഉണ്ടോ? ഇന്നലെ മരുന്നുണ്ടാക്കിയ പോലെ ഒരു മരുന്ന് ഇവിടെ ഉണ്ടാക്കിയില്ലേ, ഏതോ തട്ടിക്കൂട്ട് മരുന്ന്, അതുപോലെയാണ് ശർക്കരയാണോ പോയി കാണണം. എല്ലാം കാണണം. ഒന്നും വിശ്വസിക്കരുത് നേരിട്ട് കാണാതെ. ഭഗവാൻ നേർവഴിക്ക് നടത്തും, അതിനെപ്പറ്റി എനിക്ക് സംശയമൊന്നുമില്ല. ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഉള്ള ശബരിമല എന്ന് പറയുന്നത് നിലവിലുള്ള സംവിധാനത്തിൽ എത്രമാത്രം വ്യത്യാസം വരുന്നു? ശരിക്കും മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുകയാണെങ്കിൽ ഇനി ഒരു കെട്ടിടവും ഈ സന്നിധാനത്തോ ഒന്നും വരാൻ പാടില്ല. ഉള്ള ചില കെട്ടിടങ്ങൾ പൊളിച്ചും കളയാം. എഫോറസ്റ്റേഷൻ നടത്തണം, മരം വയ്ക്കണം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഒരു കാര്യവും പാടില്ല. അവിടെ ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണം, കയറി അപ്പം ഇറങ്ങിക്കണം. അതാണ്. അപ്പോൾ ഡെവലപ്മെൻ്റ് എല്ലാം പെരിഫറിയിലേ വരാൻ പാടുള്ളൂ. ഇവിടെ സൗകര്യങ്ങൾ എത്രത്തോളം നോൺ ഒബ്ട്രൂസീവായിട്ട്, അതായത് കെട്ടിടങ്ങളൊന്നും അധികം കെട്ടാതെ ഈ ഫെസിലിറ്റിക്ക് വേണ്ടി മാത്രമുള്ള കെട്ടിടങ്ങൾ, ഈ പറഞ്ഞ ക്യൂ കോംപ്ലക്സ് അങ്ങനെയൊക്കെ ഉള്ള, അല്ലാതെ വലിയ വലിയ ആളുകളുടെ അക്കോമഡേഷൻ ഇനി അവിടെ കൂട്ടാൻ പാടില്ല. അപ്പോൾ ഇനി പുതിയ കെട്ടിടങ്ങളൊന്നും അവിടെ വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2-3 കെട്ടം ഇടിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ദർശനം കോംപ്ലക്സ് എന്നൊരു കോംപ്ലക്സ് കെട്ടിയിരിക്കുന്നത്. ഇനി അവിടെ കോംപ്ലക്സ് ഒന്നും വേണ്ട, മരങ്ങൾ വയ്ക്കണം. എൻ്റെ ഒരു പ്രയോറിറ്റി അവിടെ ഈ റീഫോറസ്റ്റേഷൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. കാനനം നമ്മുടെ കാലത്ത് കാനനമായില്ലെങ്കിൽ പോലും 1000 മരം വെച്ച ഒരു 300 പേര് പിടിക്കുമല്ലോ. അങ്ങനെ ഞാനതിനെ പറ്റി ചിന്തിച്ചു. കാനന പുഷ്പം പോലെയായിരുന്നു ശബരിമല ക്ഷേത്രം എന്ന് മാർത്താണ്ഡ ബാബ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. വലിയ കാട്ടിനടക്കി ഒരു ക്ഷേത്രം. അതുപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മളൊരു എഫർട്ട്, നമ്മളൊരു ശ്രമം നടത്തണം. കുറേ വൃക്ഷങ്ങളെങ്കിലും അവിടെ വയ്ക്കണം, അവിടെ വൃത്തിയായിരിക്കണം, പുണ്യഭൂങ്കാവനമായിരിക്കണം. ഇത്രയും ആളുകൾ വരുന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ ആളുകളെ കൂടെ നമ്മൾ അതിനകത്ത് പങ്കാളികളാണ്. ആളുകൾ എന്തുകൊണ്ട് വൃത്തികേടായ സ്ഥലം കൂടുതൽ വൃത്തികേടാവും. അതൊരു ശാസ്ത്രമാണ്. വൃത്തിയായിട്ടിരുന്നത് വൃത്തിയായിരിക്കും, ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ലോബി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ഇടുമോ? ഇവിടെ അന്വേഷിച്ച് കിടക്കും, ഇല്ലയോ പൊടിച്ച് പോക്കറ്റിലേക്ക് ഇട്ടേക്കും, എവിടെ ഇടില്ല. അതേസമയത്ത് നമ്മൾ വേറെ ബസ് സ്റ്റാൻഡിൽ പോയിട്ടില്ലേ? അല്ല, ശബരിമല ക്ഷേത്രം നിൽക്കുന്നത് വനഭൂമി മാത്രമല്ല, ഒരു ടൈഗർ റിസർവ്, നാഷണൽ ടൈഗർ റിസർവിന്റെ ഭൂമിയാണ്. അവിടെ മനുഷ്യന്റെ പ്രവേശനം പോലും ഇല്ലാത്തതാണ്. എന്നിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ അയ്യപ്പനെ കരുതി അനുവദിച്ചിരിക്കുക. അത് അങ്ങനെ തന്നെ പരിഗണിക്കണം. മാത്രമല്ല, പ്രകൃതിയെ മുഴുവൻ വയലേറ്റ് ചെയ്തുകൊണ്ട് അയ്യപ്പനോട് നമ്മുടെ സേവനം നടത്തിയിട്ട് കാര്യമില്ല. പ്രകൃതിയുടെ ഭാഗമാണ് അയ്യപ്പൻ. പുലിവാഹനനായി വരുന്നതെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഹീസ് ഇൻ ചാർജ് ഓഫ് ഇറ്റ്. ഇവിടുത്തെ സകല വൈൽഡ് ലൈഫിൻ്റെയും സകല പ്രകൃതിയുടെയും അധിപനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പുലിയുടെ പുറത്ത് കയറാൻ പറ്റും. നമ്മളങ്ങനെ ഒരു സങ്കല്പം അങ്ങനെയല്ലേ? ദാറ്റ് മീൻസ് ഈ വൈൽഡ് ലൈഫ് മുഴുവൻ അദ്ദേഹത്തിന് അധീനം എന്നല്ലേ അതിനർത്ഥം, അല്ലേ? അപ്പോൾ ആ വൈൽഡ് ലൈഫിനെ മുഴുവൻ ഓടിച്ചിട്ട് നമുക്ക് എന്ത് അയ്യപ്പ സേവയാണ് ചെയ്യുന്നത്? പ്രകൃതിയുടെ ചൈതന്യം തന്നെയാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് കാനനവാസൻ എന്ന് നമ്മൾ പറയുന്നത്. ആ അർത്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഒരു കാനനത്തിൻ്റെതായിട്ടുള്ള പ്രശാന്തത അവിടെ ഉണ്ടാകും. അത്ര എളുപ്പമല്ല എന്നാലും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 1000 മരം നട്ടിട്ടുണ്ടെങ്കിൽ 300 പേര് പിടിക്കട്ടെ. അതിനുള്ള തുടക്കമാവാം. ഈ പറഞ്ഞ പോലെ ഏത് വലിയ യാത്രയും ആദ്യത്തെ കാൽവയ്പോടുകൂടിയല്ലേ ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചാർജ് എടുത്തതിന് ശേഷം. ഈ നമ്മൾ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ പല ക്ഷേത്രങ്ങളിലെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയാറുണ്ട്. തിരുപ്പതി പറയും, അല്ലെങ്കിൽ പഴനി പറയും. ഇങ്ങനെ ഏതെങ്കിലും സാറിന് മാതൃകയാക്കാവുന്ന സ്ഥലമുണ്ടോ? സാർ പല ക്ഷേത്രങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് ഓരോ ക്ഷേത്രവും ഓരോ തരത്തിലാണ്. ഇപ്പം കാശ്മീരിലെ വൈഷ്ണോ ദേവി നന്നായിട്ട് നടക്കുന്ന ക്ഷേത്രമാണ്. അതുപോലെയല്ല തിരുപ്പതി, അതുപോലെയല്ല ഗുരുവായൂർ. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു തനത് മാതൃകയും തനത് ശൈലിയും ഉണ്ടാവും.
അയ്യപ്പൻ്റെ കാനന ക്ഷേത്രത്തിൻ്റെ ശൈലിയല്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വികസന ശൈലി. ഇതിൻ്റെ ഒരു ശൈലി ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോൾ തോന്നിയ പോലെ ചെയ്യുകയാണ്. ഓരോന്ന് തോന്നുന്ന പോലെ ചെയ്യുന്നു. അതാണ് മാസ്റ്റർ പ്ലാൻ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലും ചില ആളുകളൊക്കെ പറയും നമ്മൾ ഇനി ഒരു 500 ഏക്കർ ഭൂമി കൂടി ഫോറസ്റ്റിൽ നിന്ന് വാങ്ങിക്കണം. ആ പറച്ചിലൊന്നും ശരിയല്ല. ഇത് ഫോറസ്റ്റിൽ നിന്ന് വാങ്ങിച്ച് അവിടെ വെട്ടി വെളുപ്പിച്ച് നാടാക്കാനുള്ളതല്ല, കൂടുതൽ കാടാക്കാനുള്ളതാണ്. ഞാൻ ആ ഒരു തത്വശാസ്ത്രത്തിനുള്ളിലെ ക്ഷേത്രമാണ് കാനന ക്ഷേത്രം. അത് കാനന ക്ഷേത്രമല്ലാതെ നഗരക്ഷേത്രമായാൽ പോയി. ആ ഒരു സ്പിരിറ്റ് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് ഇപ്പം മുറിച്ച മരമൊന്നും അവിടെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മരം വയ്ക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ വരും. ഭക്തന്മാർ ഈ തെങ്ങ് കൊണ്ടുവരുന്നതിന് വരെ ഒരു മരം കൊണ്ടുവന്നാൽ മതി അല്ലേ? തെങ്ങ് പണ്ട് കൊണ്ടുവന്നതാണ്. തെങ്ങ് വേണ്ട അവിടെ. എന്തെങ്കിലും നിങ്ങൾ ചെടി കൊണ്ടുവന്നാൽ മതി. അല്ല, ഈ വൈഷ്ണോദേവിയിലോ അല്ലെങ്കിൽ തിരുപ്പതിയിലോ ഏതെങ്കിലും മാതൃക നമുക്ക് സ്വീകരിക്കാനുണ്ടോ? ക്യൂവിൻ്റെ കാര്യത്തിലോ ദർശനത്തിൻ്റെ കാര്യത്തിലോ? ഇവിടെ അതൊന്നും സാധിക്കില്ല. ഇവിടെ നമ്മൾ തനത് ശൈലി തന്നെ ഉണ്ടാക്കണം. കാരണം ഇവിടുത്തെ ഒരു നേച്ചർ വേറെയാണ്. ഇവിടെ വരുന്ന പിൽഗ്രിമിൻ്റെ ശൈലി വേറെയാണ്. 41 ദിവസം വ്രതമെടുത്ത് പിന്നെ കറുപ്പുടുത്ത് വരുന്ന ഒരു ശൈലിയാണ്. തിരുപ്പതി ദർശനം അങ്ങനെയല്ല. രാവിലെ കുളിച്ച് വീട്ടിൽ നിന്ന് പോയി എല്ലാ ദിവസവും തുറക്കുന്നതാണ്. രാവിലെ കുളിച്ച് വീട്ടിൽ നിന്ന് പോയി ഇതിലേക്ക് പോകും. കയറി വന്നത് 4-5 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല. ഇത് വീട്ടിൽ നിന്ന് വിട്ടിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ആന്ധ്രയിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വഭാവമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റേതായിട്ടുള്ള ഒരു ഈഥോസ് ഉണ്ടാക്കിയെടുക്കണം. ഈ ബേസ് ക്യാമ്പുകളെ സാർ ഏതെങ്കിലും തരത്തിൽ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഉണ്ട്, തീർച്ചയായിട്ടും. ബേസ് ക്യാമ്പിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണം. അവിടെ കൂടുതൽ സമയം ഇരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കണം. കമ്മ്യൂണിക്കേഷൻ വേണം. എത്ര സമയം ഇരിക്കേണ്ടി വരുന്നുള്ളവൻ അറിയണം. ഇപ്പോൾ ഡിസ്പ്ലേ ബോർഡോ ഒന്നുമില്ല. ഡിസ്പ്ലേ ബോർഡോ ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഇല്ല. ഇപ്പോൾ പമ്പയിൽ ഒരു കൺട്രോൾ റൂം ഉണ്ടെങ്കിൽ ആ കൺട്രോൾ റൂം പറയണം, നിലയ്ക്കൽ നിന്ന് ഉടനെ പുറപ്പെടരുത്, ഇവിടെ ക്യൂ തീർന്നിട്ടില്ല, രാവിലെ തുടങ്ങി ക്യൂ തീർന്നിട്ടില്ല, ആൾ കൂടുതലാണ്, അതുകൊണ്ട് നിലയ്ക്കൽ നിന്നുള്ള അടുത്ത ബസ് പുറപ്പെടുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ മതി. ഇവിടുന്ന് 4 ബസ്സിലുള്ള ആളുകൾ ഇറങ്ങി കഴിയുമ്പോൾ അവിടുന്ന് 2 ബസ് പോന്നാൽ മതി. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് കൺട്രോൾ ഇല്ല. അപ്പോൾ നിലയ്ക്കൽ ഇത്രയും ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പത്തനംതിട്ട നിന്ന് വിടാൻ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്രമീകരിച്ച് പോകാൻ പറ്റും. ആളുകളോട് പറയുകയും വേണം. എന്തിനാണിത് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഇത്രയും ആളാണ്. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. അപ്പോഴാണ് ഈ പരാതി എത്ര നേരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. വ്യക്തതയില്ല. എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് അറിയുന്നു. മറ്റത് പറയണം, നിങ്ങൾ 12 മണിക്കൂർ നിൽക്കേണ്ടി വരും, 4 മണിക്കൂർ നിൽക്കേണ്ടി വരും. 4 മണിക്കൂർ നിൽക്കേണ്ടി വരുന്നവരെ 3.5 മണിക്കൂർ കൊണ്ട് വിടണം. അരമണിക്കൂർ കൂട്ടി പറഞ്ഞോളണം ഇല്ലേ? ഈ ഒരു ശൈലി ഉണ്ടാവണം. അതിലാണ് ഞാൻ പറയുന്നത് പിൽഗ്രിം സെൻറ്റേഡ് ആയിരിക്കണം. ഈ വരുന്ന ഏറ്റവും നിസ്വനായ ഭക്തനെ ബഹുമാനത്തോടു കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ പ്രവൃത്തിയും അവന് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ ചെയ്തോ എന്നുള്ള ഒരു ശൈലിയിലേക്ക് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനിൽ നമ്മൾ ഭഗവാനെ കാണണം ഇല്ലേ? തത്വമസി എന്ന് എഴുതി വെച്ചാൽ പോലെ അത് പ്രയോഗത്തിൽ വരും. തത്വമസി, അത് നീ തന്നെ, നീയാകുന്നു. എന്താകുന്നു? നീ ഭഗവാനാകുന്നു ഇല്ലേ? ഭഗവാൻ നീയാകുന്നു എന്നുള്ള തത്വമസിയുടെ പ്രയോഗ പാഠമായിരിക്കണം നമ്മുടെ ശബരിമല ഭരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഭക്തരും ഇത് അയ്യപ്പൻ വന്നിരിക്കുന്നു. ഇതിപ്പോൾ അയ്യപ്പനെ കാണാനായിട്ട് സ്വന്തം വാഹനത്തിൽ വരുന്ന ആൾ നിലയ്ക്കൽ വന്നിട്ട് KSRTC ബസ്സിൽ കയറിയിരുന്ന് അയാൾ വിയർത്ത് കുളിച്ച് എപ്പോഴല്ലേ പാനക്കത്തുള്ളൂ. നമുക്ക് ആ മുമ്പൊക്കെ പമ്പ വരെ പോയിട്ട് ആ വാഹനം തിരിച്ചു വരായിരുന്നു. അത് പിന്നെ എന്തോ നിർത്തിക്കാണ്. അപ്പോൾ അത്രയ്ക്കുള്ള അസൗകര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ളത്. എല്ലാം അസൗകര്യങ്ങളുണ്ട്. എന്തിനാണ്? വേറെ ഏതോ ലക്ഷ്യത്തോടു കൂടിയാണ് അസൗകര്യം ഉണ്ടാക്കിയത്. കാരണം ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ പിൽഗ്രിമിൻ്റെ സൗകര്യം മുമ്പിൽ വച്ചിരുന്നുവെങ്കിൽ നമ്മളത് വേറൊരു തരത്തിൽ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പല കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ബോധ്യപ്പെടുത്താനുണ്ട്, പൊള്യൂഷൻ്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യമുണ്ട്. ഒന്നും എളുപ്പമല്ല. നമുക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങ് തീരുമാനമെടുത്ത് പോകാൻ പറ്റുകയില്ല. എല്ലാവരെയും കൊണ്ടുപോവുക. നമുക്ക് അത് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റിയുള്ള ബോധ്യത്തോടു കൂടിയും എന്നാൽ ആശങ്കയില്ലാതെയും പ്രത്യാശയോടു കൂടിയിട്ടാണ് ഞാൻ മല കയറുന്നത്. തത്വമസി പ്രയോഗത്തിൽ വരുത്തുക. സാറിൻ്റെ മനസ്സിൽ വരുന്ന ഒരു അയ്യപ്പ ഭക്തി ഗാനം ഏതാണ്? അല്ല, ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു പാട്ട് എഴുതി അല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, അന്യഭാവച്ചുമടുകളുമായിട്ടുള്ളോ ഉണ്ട്. അതിനേക്കാളും നല്ലത് വേറൊരു പാട്ട്, ഒരു ജാതി ഒരു മതം എന്നൊരു പാട്ട്, ശിവകുമാര തമ്പിയുടെ പാട്ടാണ്. ശരണം വിളിക്കും ഞങ്ങൾക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇല്ലേ?
അതല്ല ഭംഗിയായിട്ട് ആ കോൺസെപ്റ്റിനെ എടുത്ത് ശബരിമലയിൽ കൊണ്ടിട്ട് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ്. ഇതാണ് എന്തോ ശരണം വിളിക്കും ഞങ്ങൾക്ക് ഒരു ജാതി ഒരു മതം. അതിന് മുമ്പൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി ഇല്ലേ, കേട്ടത് ഇങ്ങനെ വന്ന് ശരണം വിളിക്കും ഞങ്ങൾക്ക് ഒരു ജാതി ഒരു മതം അത് ആ കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്ന് നന്നായി. കാരണം ആ സന്നിധാനത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇല്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ്. അത് ഏറ്റവും നല്ലത് ഗുരുദേവൻ്റെ ഈ ആശയത്തെ എടുത്ത് ശബരിമലയിൽ ഇമ്പോസ് ചെയ്തത് വളരെ സൂപ്പർ ഇമ്പോസ് ചെയ്തത് നന്നായി. അതാണ് എനിക്കൊരു പക്ഷേ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് പാട്ടുണ്ട്, ഞാൻ ഇന്നലെ ഒരു പാട്ട് ഒന്ന് രണ്ട് പാട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അനേക മനുഷ്യരെ ബാധിക്കുന്നതുമായിട്ടുള്ള ഒരു പുണ്യ നിയോഗം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഭംഗിയായിട്ട് ചെയ്തു തിറങ്ങാൻ അയ്യപ്പൻ തന്നെ എന്നെ അനുഗ്രഹിക്കട്ടെ, അയ്യപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അയ്യപ്പനെ മറന്ന് അഹന്തയെ മുൻനിർത്തി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അഹം ഭാവമാണ് ഏറ്റവും വലിയ അപകടം. അയ്യപ്പൻ്റെ മുമ്പിൽ സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് കർപ്പൂരനാളമായി എരിഞ്ഞ് നിന്നാൽ മാത്രമേ നമുക്കതിനകത്ത് ആ ചൈതന്യം നമ്മളിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു പണ്ട് തൊട്ടേയുള്ള ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ള സാർ ഒരു വർഷം തന്നെ 12-15 തവണയെ കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം അത്രയും കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. നടന്നു ഡോളിയിൽ കയറിയിട്ടില്ല, ഇതുവരെ ഡോളി കയറിയിട്ടില്ല. ഇപ്രാവശ്യം നടന്നു തന്നെയാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം 12 തവണയും കയറി നടന്നു തന്നെ കയറി. ഇപ്പം തന്നെ ഞാനിപ്പോൾ മണ്ഡലം തീരുന്നതിനും ഒരു 4-5 തവണയെങ്കിലും പോകും. നടന്നതിനൊക്കെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കും. അതൊക്കെയാണെങ്കിലും മുഴുവൻ നടന്നതിനൊക്കെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം തരട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ഇരിക്കാൻ സാധിച്ച സമയം ഇവിടെ എന്നെ ഏൽപ്പിച്ച ക്ഷേത്രങ്ങളെ കുറച്ചുകൂടെ സുതാര്യവും ഈ പറഞ്ഞ പോലെ ഭക്തരെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതുമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം. ഭാവിയിൽ ഇവിടുന്ന് ഭക്തന്മാർ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ഒരു മുതലും അവിടുന്ന് കളവ് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ IMG ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ പറഞ്ഞത് പിൽഗ്രിം സെൻറ്റേഡ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ആണ് ഞാനെടുത്ത ക്ലാസ്. അങ്ങനെ ഒരു ആശയം പലർക്കും പുതിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവർ കേട്ടിട്ടില്ല. അതാണ് എൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നവർക്ക്. ഞാനവരോട് പറയാൻ പോകുന്നത് എവറിത്തിങ് ഈസ് ഫോർ ദ പിൽഗ്രിം, ഫോർ ദ ഡിവോട്ടി, ഫോർ ദ ഭക്ത. അത് ആ ഒരു ആശയം അങ്ങ് രൂഢമൂലമാക്കണം. നമ്മളവിടെ നമുക്ക് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്, വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് അത് ശബരിമല മാത്രമല്ല, എല്ലാ ക്ഷേത്രത്തിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാധാരണ നിലയിൽ പൊതുവെ പറയുന്നത് ഈ ദേവസ്വത്തിൻ്റെ പൈസ സർക്കാർ എടുക്കുന്നു, നിങ്ങൾ ഇനി കാണിക്കുക ദേവസ്വം ക്ഷേത്രങ്ങൾ ഇടരുത്. ഈ സാറിന് ഈ ഭരണകൂടമായിട്ടുള്ള പല തലത്തിലും സാറിന് ബന്ധമുള്ളതാണ്, സാറിന് അത് കൃത്യമായിട്ട് അറിയാം കാര്യമാണ്. ഒന്ന്, ഈ ദേവസ്വം എന്ന് പറയുന്നത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. നിയമമുണ്ട്, കോടതിയുടെ നിരീക്ഷണമുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷൻ ഇരിപ്പുണ്ട് ശബരിമലയിൽ നിന്നല്ല ദേവസ്വം ബോർഡിന് കിട്ടുന്ന ഒരു പൈസയും വേറെ എങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് എണ്ണി ഉറപ്പിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഒരു വകുപ്പിനും ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശപ്രകാരവും ഈ പൈസ എടുത്ത് ട്രഷറിയിൽ ഇടുകയോ, എന്തിന് ട്രഷറി FDയിൽ കൂടുതൽ പലിശ കിട്ടുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇട്ടിട്ടില്ല. ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് എങ്ങനെ ഗവൺമെൻറ് ഒന്ന് കൈ നീട്ടി എടുത്തുകൊണ്ട് പോകും? അതൊക്കെ അസംഭവ്യമായ കാര്യങ്ങളാണ്. അവിടെ അങ്ങനെ നടക്കുന്നില്ല, നടക്കാൻ സാധ്യവുമല്ല. നമുക്ക് തന്നെ FD പൊട്ടിക്കണമെങ്കിൽ ഹൈക്കോടതി അറിയേണ്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത്. കൃത്യമാണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ നടക്കുന്നത് അതല്ല. അവിടെ നടക്കുന്നത് ബാക്കി കാര്യങ്ങളിലൊക്കെ നടക്കുന്ന ക്രമക്കേടുകളാണ്. അല്ലാതെ ഗവൺമെൻറ് അവിടെ നിന്ന് കാശെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് ശബരിമലയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോണ ഇഷ്ടം പോലെ മുടക്കുന്നുണ്ട്.
റോഡ് റിപ്പയർ ആണെങ്കിലും ശരി, മറ്റു വകുപ്പുകൾക്കുള്ള പൈസയാണെങ്കിലും ശരി, പോലീസിൻ്റെ മെസ്സ് ആണെങ്കിലും ശരി, ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ പൈസ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് അങ്ങോട്ട് മുടക്കുന്നതല്ലാതെ ഈ ഭക്തർ കൊണ്ടെടുത്ത പണം പൈസ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നില്ല, സംഭവിക്കാൻ സാധ്യവുമല്ല. സാറ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ സ്ഥിതിക്ക് സർക്കാരിൻ്റെ പിന്തുണ വേണമല്ലോ എല്ലാ കാര്യങ്ങളും. സർക്കാരിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിയുടെയൊക്കെ പിന്തുണയും കാര്യങ്ങളും. ഞാൻ ഈ 35 വർഷം സർക്കാർ സേവനത്തിലിരുന്ന ആളാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഈ എല്ലാ വകുപ്പുകളുടെയും ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെയും ഒരു ഗുഡ് വില്ലും സപ്പോർട്ടും പിന്തുണയും എനിക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ എൻ്റെ ഈ ദൗത്യത്തിനുണ്ട്. ഇത് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു താല്പര്യവും നമുക്ക് ആർക്കുമില്ല. ഞാനീ പറഞ്ഞില്ലേ, നമ്മുടെ വിധേയത്വം എന്ന് പറയുന്നത് അയ്യപ്പനോടും വിശ്വാസികളോടും. അതുകൊണ്ട് തന്നെ എൻ്റെ ദൗത്യം വളരെ നിർവചിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ഇതൊന്നും ഞാൻ ഇതുവരെ വിധേയനായിട്ടില്ല, ഇനി വിധേയനാവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് ആശങ്കയില്ല. അതൊക്കെയാണ് ഇവിടെ പോകുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ. അതെ സാർ, ഉന്നതാധികാര കമ്മീഷൻ്റെ മേധാവിയായിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട വലിയ ഗ്രൂപ്പുകൾ, ടാറ്റ പോലുള്ള വലിയ ഗ്രൂപ്പുകൾ ക്ഷേത്രത്തിൻ്റെ വികസനം വേണ്ടത്ര വിജയിച്ചിട്ടില്ല. അത് ഇനി അവരെ കൂടെ ഇൻവോൾവ് ചെയ്യണം. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുണ്ട്, അതിനകത്ത് വേണ്ടത്ര പൈസയൊന്നും വന്നിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവിഹിതമായിട്ട് വരുന്ന ഈ ബാക്ക് ഡോറിൽ കൂടെ വരുന്ന സ്പോൺസർഷിപ്പിനെയൊക്കെ മാറ്റി ഡയറക്റ്റായിട്ട് ആ ഫണ്ടിലേക്ക് തന്ന് നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. അവരുടെ പേരും വയ്ക്കാം. അങ്ങനെ അത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, ആ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ്, ചെയർമാൻ. ഞാനതൊന്ന് റിവൈവ് ചെയ്തിട്ട് ഈ CSR വഴിയൊക്കെ ഇഷ്ടംപോലെ പൈസ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് കാശ് വാങ്ങിക്കുന്നതിൽ നമുക്കൊരു തെറ്റുമില്ല, വാങ്ങിക്കണം. ഇന്ത്യ ഗവൺമെൻറ് ഏത് രീതിയിലാണ് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണത്തിനൊക്കെ ഇഷ്ടംപോലെ കൊടുത്തില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കിട്ടി, ശബരിമല കിട്ടിയിൽ പൈസ തിരിച്ചു കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കി. ആ പൈസ വാങ്ങിക്കുന്നതിന് തെറ്റില്ല. അതൊക്കെ നോക്കണം, അതൊക്കെ പരിശോധിക്കണം. ഞാനൊരു ഉദ്യോഗസ്ഥൻ ആയിരുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് ഇതൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഇഷ്ടംപോലെ അതിനൊക്കെ പൈസ തരുന്നുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ കോർപ്പറേറ്റ്സിൻ്റെ സംഭാവന നമ്മൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ഫോർ സ്പെസിഫിക് പ്രോജക്ട്സ്. അപ്പോൾ നിലയ്ക്കൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കണം. ആരെങ്കിലും തന്നിട്ട് ഒരു 15 കോടി രൂപ തരാനൊരു അവർക്ക് നിസ്സാരമായിരിക്കും. നമ്മൾ പറയാം ദിസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഹാസ് ബീൻ സെറ്റപ്പ് വിത്ത് സപ്പോർട്ട് ഓഫ് സോയിൽ. എഴുതി വയ്ക്കുന്നത് നമുക്ക് എന്താ കുഴപ്പം? അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗുരുവായൂരിൽ തന്നെ ക്ഷേത്രം തുടങ്ങാൻ, അല്ല ആശുപത്രി തുടങ്ങാൻ വേണ്ടി അംബാനി 15 കോടി കൊടുത്തു എന്നാണ്. അതൊരു വിഷമമുള്ള കാര്യമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഗുരുവായൂരൊക്കെ കുറച്ചുകൂടെ ക്ലിയറാണ് കാര്യത്തിൽ. ഇവിടെ ഈ ഒരു ക്ലാരിറ്റി അത് മാറും. നിങ്ങളൊന്നൊരു 3 മാസം ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, മകരവിളക്കൊന്ന് കഴിഞ്ഞോട്ടെ, ഇതിൻ്റെ ഘടനാപരമായ പൊളിച്ച് മാറ്റങ്ങളിലേക്ക് ഞാൻ കടക്കും. തീർച്ചയായിട്ടും പഠിക്കണമല്ലോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ടില്ല ഇവിടെ കയറിയിട്ട്. പഠിക്കുകയും മകരവിളക്കൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചില പണികളിലേക്ക് കടക്കും.